ആചരിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുന്നത് ശരിക്കും എല്ലാ പ്രാവശ്യത്തെ പോലെയും വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടും അല്ലെങ്കിൽ മരങ്ങളെ സംരക്ഷിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ പലപ്പോഴും അത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അതിനേക്കാളും മുന്നിലായിട്ട് ആ ഒരു ആക്ടിവിറ്റി കടന്നു പോവാറില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1972 ഐക്യരാഷ്ട്ര സംഘടനയാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കണം എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. കാര്യം നമ്മുടെ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് പരിസ്ഥിതി തന്നെയാണ്. ഇന്നറിയാം നമുക്ക് കാലം തെറ്റിയുള്ള കാലാവസ്ഥ അല്ലേ? മഴയെന്ന് പറയുന്നത് നമുക്ക് മഴക്കാലം എന്ന് മാത്രം പറഞ്ഞ് ഒതുങ്ങിയിരുന്ന ഒരു കാലാവസ്ഥ ആണെങ്കിൽ ഇന്ന് കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ കേരളത്തിനെ അതിശക്തമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലത്താണെങ്കിലും ശൈത്യകാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും കാറ്റിന്റെയും മഴയുടെയും കടന്നുകയറ്റം നമ്മുടെ കൊച്ചു കേരളത്തിനെ, നമ്മുടെ ഇന്ത്യയെ തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മനുഷ്യന്റെ കറുത്ത കൈകൾ കാരണം ഉണ്ടാവുന്ന ചില പ്രവൃത്തികളാണ്. നമുക്കറിയാം, പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിന്റെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വളരെ പ്രസക്തമായ ഒന്നായിരുന്നു. അതില് സഹ്യപർവ്വതത്തിനെ സംരക്ഷിക്കുന്നതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മുൻകരുതൽ എന്ന പോലെ ഈ പ്രളയങ്ങളെയും ഉരുൾപൊട്ടലിനെയും ഒക്കെ മുൻകൂട്ടി കണ്ടു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ നമ്മൾ ആരും അതൊന്നും വകവയ്ക്കാതെ കുന്നിടിച്ചില് അല്ലെങ്കിൽ മണലൂറ്റൽ ഇതുപോലെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഇപ്പൊ തന്നെ നമുക്കറിയാം 2018-19 കാലഘട്ടത്തിൽ ഉണ്ടായ പ്രളയം നമ്മളെ വളരെയധികം ദോഷമായി ബാധിച്ച ഒന്നാണ്. നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങൾ അന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, അവരുടെ ഒരു സമൂഹം തന്നെ ഇല്ലാതായിപ്പോയി. അതിനുശേഷം ഉണ്ടായ കവളപ്പാറ ഉരുൾപൊട്ടൽ, അതിനുശേഷം നമ്മൾ ഇപ്പോൾ സാക്ഷിയായ വയനാട്ടിലെ ദുരന്തം, ചൂരൽമല എന്ന ഒരു സ്ഥലത്തെ ഒരുപാട് പ്രദേശം ഒലിച്ചുപോയ ഒരു ഉരുൾപൊട്ടൽ, ഇതെല്ലാത്തിനും പുറകിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടും മനുഷ്യന്റെ കറുത്ത കൈകളാണ്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പല ക്ലോറോഫ്ലൂറോ കാർബൺ പോലുള്ളവ നമ്മുടെ ഓസോൺ പാളിയെ ചൂഷണം ചെയ്യുന്നു. ആഗോള താപനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളിപ്പോ വീണ്ടും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. കടലൊക്കെ എപ്പോഴും നമുക്ക് തിരമാലകള് എന്നൊക്കെ നമുക്ക് ഒരു സൗഹൃദം തരുന്ന ഒന്നാണെങ്കിൽ ഇപ്പൊ നമുക്ക് പലപ്പോഴും കടൽ കയറ്റം, കടലാക്രമണം ഇങ്ങനെ ഭീതി ഉളവാക്കുന്ന ഒന്നാണ്. നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ പരിസ്ഥിതിക്ക് വില്ലനായിട്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക്കിനെ നമ്മൾ എത്ര നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിച്ചാലും അത് ക്ഷണിക്കപ്പെടാതെ നമ്മളെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നമ്മൾ വാങ്ങിക്കുന്ന ഒരു കുഞ്ഞു മുട്ടായിയുടെ കവർ തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിന്റെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സാധനത്തിലും ഈ പ്ലാസ്റ്റിക്കിന്റെ കടന്നുകയറ്റമുണ്ട്. അത് നമുക്ക് വരുത്തി വെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം വലുതാണ്. നമുക്കറിയാം, ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങളാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിച്ച് നമുക്ക് വരുന്നത്. നമ്മളിപ്പോൾ പേപ്പർ പോലുള്ള പേപ്പർ ഗ്ലാസ്, പേപ്പർ കപ്പ് അങ്ങനെയുള്ളവ ഉപയോഗിക്കുന്നെങ്കിൽ പോലും അതിനും പ്ലാസ്റ്റിക് നമ്മൾ പോലും അറിയാതെ കടന്നു കയറുന്നുണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത്. ചില ഹോട്ടലുകളിൽ പ്ലാസ്റ്റിക് ഉരുക്കി നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീന്മേശയിലെത്തുന്ന ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ വളരെ രുചിയോടെ വാങ്ങി കഴിക്കാറുണ്ട്. എത്ര പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറഞ്ഞാലും ഉൽപ്പന്നം നിരോധിക്കാൻ സർക്കാർ മുൻകൈ എടുത്താൽ മാത്രമേ അതില്ലാതാവത്തുള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ചാൽ മാത്രമേ അത് എങ്ങനെ സംസ്കരിക്കണം എന്നൊരു ചോദ്യം വരുന്നുള്ളൂ. മാക്സിമം നമ്മൾ മുറ്റത്ത് മണ്ണിൽ വലിച്ചെറിയാതിരിക്കുക. ഇപ്പൊ ഹരിതകർമ്മ സേന പോലെ നമ്മുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നവര് ഉണ്ട്. അവര് റീസൈക്ലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം നശിപ്പിച്ച് കളയാതെ പ്ലാസ്റ്റിക്കിനെ ഭൂമിയിലോട്ടിട്ട് ഭൂമിയുടെ ജൈവ സമ്പത്തിനെ ഇല്ലാതാക്കാതെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഭാവിക്കും കൂടി വേണ്ടിയിട്ട് പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യം ഈ ഒരു ദിവസം മുതൽ നമ്മൾ നടപ്പാക്കണം. അതിന് പ്രധാനപ്പെട്ട ഒന്നായ പ്ലാസ്റ്റിക്കിനെ നമ്മൾ മാക്സിമം ഉപയോഗശൂന്യമാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം. ഇനി നമുക്ക് ഇന്ന് പരിസ്ഥിതി ദിനത്തിന്റെ ഒരു പ്രതിജ്ഞ ചെയ്യണം. എല്ലാവരും പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയെ
ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെയുള്ള ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണവും പരിസ്ഥിതി നാശത്തിന്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. മണ്ണും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാലാവും വിധമുള്ളതെല്ലാം ചെയ്യുമെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചും വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ